ഹലോ. അങ്ങനെ രേഖാചിത്രം കണ്ടിരിക്കുകയാണ് നമ്മുടെ ആസിഫ് ഇക്കയുടെ പുതിയ ചിത്രം. ഇപ്പം ഫസ്റ്റ് തന്നെ ഞാൻ എടുത്തു പറയുന്നത് ആസിഫ് ഇക്കയ്ക്ക് ഒരു കൺഗ്രാജുലേഷൻ ആണ്. കാരണം പുള്ളിയുടെ ഇപ്പോഴത്തെ ഒരു സ്ക്രിപ്റ്റ് സെലക്ഷൻ ഒരു രക്ഷയില്ല. കിടിലൻ ലൈനപ്സുകളായിരുന്നു എല്ലാം. അടിപൊളി, ഒന്നിനൊന്നും മെച്ചമുള്ള കിടിലം സാധനങ്ങളായിരുന്നു. ഇപ്പം ലാസ്റ്റ് ഇറങ്ങിയ 2 പടങ്ങളും കിടിലം കിടിലം ത്രില്ലറായിരുന്നു. കിഷ്കിന്ധ കാണ്ഡം അതിന് ശേഷം ഇപ്പം ഇത്. പിന്നെ പേഴ്സണലി ഇത് കിഷ്കിന്ധ കാണ്ഡത്തിന്റെ മേളിൽ നിൽക്കുമെന്നുള്ള അത്ര റേഞ്ചിൽ, എന്നാലും രണ്ടും കട്ടയ്ക്കാണ്. അതുപോലത്തെ ഒരു കിടിലം സാധനം തന്നെയായിരുന്നു. ഇതിന്റെ ഡയറക്ടർ നമ്മുടെ ദി പ്രീസ്റ്റിന് ശേഷം മമ്മൂക്ക ചെയ്ത ദി പ്രീസ്റ്റിന് ശേഷം പുള്ളി ഡയറക്റ്റ് ചെയ്യുന്ന 2ാമത്തെ ചിത്രമാണ്. പിന്നെ ഈ പടത്തിന്റെ രേഖാചിത്രത്തിന്റെ സ്ക്രിപ്റ്റ് എഴുതിയത് സമ്മതിച്ചു കൊടുക്കണം, അതുപോലത്തെ വർക്ക് സ്ക്രിപ്റ്റ് ആയിരുന്നു. ഇത് എഴുതി പിടിപ്പിക്കാന്ന് പറഞ്ഞ പരിപാടി ഉണ്ടല്ലോ, ഇത് സാധാ നമ്മൾ കണ്ടിട്ടുള്ള അങ്ങനത്തെ ഒരു ത്രില്ലർ ജോണർ പടം അല്ല. ഈ പടത്തിന് ഭയങ്കരമായിട്ട് പ്രത്യേകത ഉണ്ട്. ഇത് നമ്മൾ ഇതുവരെ കണ്ടിട്ടുള്ള ത്രില്ലർക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ കൂടുതലായിട്ടും കണ്ടിട്ടുള്ളത് പ്രതിനെ അന്വേഷിച്ച് കണ്ടുപിടിക്കുക എന്നുള്ളത്. ഇതിന്റെ ഒരു പ്രത്യേകത ഫസ്റ്റ് തന്നെ നമുക്ക് പ്രതി ആരാണെന്നുള്ള ഏകദേശം ഒരു ഐഡിയ നമുക്ക് തരുന്നുണ്ട്. അത് എങ്ങനെ തെളിയിക്കും, ആ പ്രതിയിലേക്ക് എങ്ങനെ എത്തും, അതൊരു വലിയൊരു സംഭവമാണ്. പിന്നെ സാധാ കണ്ടുപോകുന്ന കണക്കത്തെ ഒരു കഥയല്ല. ചിലവർക്ക് ഈ കഥ കാണുമ്പോഴത്തേക്ക് അവർ തന്നെ യഥാർത്ഥത്തിൽ വിശ്വസിച്ചു പോകും. ചിലവർക്ക് കണ്ടവർക്ക് തന്നെ ചിലവർക്ക് തോന്നിക്കാണും യഥാർത്ഥത്തിൽ ഇങ്ങനെ ഒരു സംഭവം നടന്നിട്ടുണ്ട്, യഥാർത്ഥ സംഭവമാണോ ഈ അവിടെ ആക്കിയത് എന്നൊക്കെ തോന്നിപ്പോ. അതുപോലത്തെ തരത്തിലുള്ള സ്ക്രിപ്റ്റാണ്. കാരണം ഇതൊരു സിനിമ സെറ്റിൽ കാതോട് കാതോട് എന്ന് പറയുന്ന ഒരു സിനിമയുടെ, അതും പഴയ കാലത്ത് സിനിമയാണ്, ആ സിനിമയുടെ സെറ്റിലും ആ സെറ്റിന്റെ ഒരു മതിലിന്റെ അപ്പുറത്ത് നടക്കുന്ന ഒരു സംഭവം അവിടെ നടന്ന, ആ സിനിമ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ആ സിനിമയുടെ സെറ്റ് നടന്ന സംഭവമായിട്ടാണ് ഈ പടത്തിന്റെ കഥ കാണിക്കുന്നത്. ഈ ഒരു ക്രൈം നടന്നത് അതിനെ അത് ഒരുപാട് വർഷത്തിന് ശേഷം അന്വേഷിച്ച് കണ്ടുപിടിക്കുന്നതാണ്. ഓരോ സീനും ഓരോ ക്യാരക്ടർ ഭയങ്കര കണക്റ്റിംഗ് ആയിരുന്നു. അത് ഡയറക്ടർ ബ്രില്യൻസ്, ആ സ്ക്രിപ്റ്റിന്റെ പവറുമാണ് കേട്ടോ. കിട്ടില്ല, സമ്മതിച്ചു കൊടുത്തു ഇതിൽ വർക്ക് ചെയ്തിരിക്കുന്ന എല്ലാവരും, ആർട്ട് വർക്ക് ഉൾപ്പെടെ എല്ലാവരെയും സമ്മതിച്ചു കൊടുത്തു. ഒരാളെ പേര് മാത്രം പറഞ്ഞ പോലെ പടത്തിന് മൊത്തത്തിൽ എല്ലാവരും എടുത്തു പറയണം. അതുപോലെ പെർഫോമൻസ് ചെയ്തവരായാലും എല്ലാം അഭിനയിച്ചവരും എല്ലാം മൊത്തത്തിൽ എല്ലാവരും കിടിലം പരിപാടിയായിരുന്നു. പിന്നെ ഇത് ഭയങ്കര ഒരു സീറ്റ് എഡ്ജിങ് ത്രില്ലർ അങ്ങനത്തെ ഒരു സംഭവമൊന്നുമല്ല. പക്ഷെ എന്നിരുന്നാലും നമ്മളെ നന്നായിട്ട് ത്രില്ലടിപ്പിച്ച് അടിപൊളിയായിട്ട് നമ്മളെ എൻഗേജ് ചെയ്യിപ്പിച്ച് അടുത്തത് എന്താവുമെന്ന് നമുക്ക് ഇങ്ങനെ തോന്നിപ്പിക്കുന്ന തരത്തിൽ നമ്മുടെ അവിടെ പിടിച്ചിരുത്തുന്ന നല്ല അടിപൊളി ഒരു നൈസ് ത്രില്ലറാണ്. ഫാമിലി ആയിട്ട് എല്ലാവർക്കും പോയി ഇന്ന് കണ്ട് ത്രില്ലടിക്കാവുന്ന ഒരു പടമാണ്. ഒരിക്കലും നടന്നിട്ടില്ലാത്ത ഒരു സംഭവത്തിനെ നടന്നതായിട്ട് കാണിച്ചുകൊണ്ട് ആ പഴയ കാലഘട്ടത്തിൽ നിന്ന് പുതിയ കാലഘട്ടത്തിലേക്ക് കൊണ്ടുവന്ന് ചെയ്ത ആ സംഭവം ഉണ്ടല്ലോ, അത് എങ്ങനെ ആ ഐഡിയ തോന്നി എഴുതിയെന്നുള്ളതാണ്. ഇതുവരെ ഞാൻ കണ്ടിട്ടുള്ള ത്രില്ലർ പടങ്ങളിൽ, ഞാൻ പല ഭാഷയുള്ള പടങ്ങളുണ്ട്, അതിലൊന്നും ഇതുപോലത്തെ ഒരു കഥയുള്ള ഒരു പടം ഇതുവരെ ഞാൻ കണ്ടില്ല. ഇതുപോലത്തെ ഒരു കഥ, അതുപോലത്തെ വെറൈറ്റി നമ്മളൊരു പടം കാണുമ്പോൾ ഞാൻ എപ്പോഴും പറയാം, നമുക്ക് കണ്ട് കഥകളായിരിക്കും. ത്രില്ലർ എന്ന് പറഞ്ഞാൽ ഒട്ടുമിക്ക കഥകളും നമുക്ക് അറിയാവുന്നതാണ്. ഒരു മർഡർ കിടക്കുമോ അല്ലെങ്കിൽ എന്തെങ്കിലും സംഭവം നടക്കുക, അന്വേഷിച്ച് കണ്ടിരിക്കും. പക്ഷെ ഇത് അതിൽ നിന്നൊക്കെ തികച്ചും വ്യത്യസ്ത തരത്തിലുള്ള ഒരു സ്ക്രിപ്റ്റ് തിരക്കഥയായിരുന്നു. അതാണ് ഈ പടത്തിന്റെ ഏറ്റവും വലിയൊരു പ്ലസ് പോയിന്റ് എന്ന് പറഞ്ഞാൽ ഇതിന്റെ സ്ക്രിപ്റ്റ്. ഒരുപാട് പേർക്ക് ചിലപ്പോൾ ഇത് വലിച്ചു നീട്ടിയതായിട്ടൊക്കെ ചിലവർക്ക് ഫീൽ ചെയ്യാം. ഞാൻ ഒരു കാര്യം പറയട്ടെ, ഈ പടത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതൊരു റിയലിസ്റ്റിക് മോഡലാണ് ഇത് ഇൻവെസ്റ്റിഗേഷൻ ചെയ്യുന്നതായിട്ട് കാണിക്കുന്നത്. അപ്പൊ ഈ റിയലിസ്റ്റിക് ആയിട്ട് ഒരുപാട് വർഷം മുമ്പ് നടന്ന ഒരു സംഭവം ഈ പുതിയ കാലഘട്ടത്തിൽ അന്വേഷിക്കുമ്പോൾ അതിൻ്റെതായ ഒരു പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അതുപോലെ റിയലിസ്റ്റിക് ആയിട്ട് നല്ല ടൈം എടുത്ത് അന്വേഷിച്ച് കണ്ടുപിടിക്കാൻ പറ്റത്തുള്ളൂ. അപ്പൊ അതുപോലെയാണ് ഈ പടവും പയ്യെ അതിനനുസരിച്ചാണ് പോകുന്നത്. ആ റിയലിസ്റ്റിക് അന്വേഷണമാണ് ഈ പടത്തിൽ നമുക്ക് കാണുമ്പോൾ ഫീൽ ചെയ്യുന്നത്. അതുകൊണ്ട് ആ ഒരു ലെങ്ത് ഫീൽ ചെയ്യുന്നതാണ്. അതിന് ഒരിക്കലും കുറ്റം പറയാൻ പറ്റത്തില്ല. എനിക്ക് പേഴ്സണലി അതൊന്നും ഒട്ടും ഒരു ബോറായിട്ട് ഒന്നും തോന്നിയില്ല. എനിക്ക് നല്ല നൈസായിട്ട് തന്നെ തോന്നിയത്. നല്ല രസത്തിന് തന്നെയാണ് അത് എടുത്തു വെച്ചിരിക്കുന്നത്. ഒരു സ്ഥലത്ത് ബോറടി ലാഗ് ഒന്നും ചെയ്തില്ല. ആസിഫ് ഇക്കയുടെയൊക്കെ പെർഫോമൻസ് എല്ലാം അടിപൊളിയാണ്, അത് പറയേണ്ട കാര്യമില്ല. ഇപ്പൊ പുള്ളി ചെയ്തു വെക്കുന്ന ഓരോ സാധനങ്ങളും കിടുക്കുന്ന സാധനങ്ങളാണ്. എടുക്കുന്ന സ്ക്രിപ്റ്റ് ആയാലും എല്ലാം. ഇനി ഇതുപോലത്തെ നല്ല പടങ്ങൾ തന്നെ എല്ലാം നന്നായി വരട്ടെ, എടുക്കുന്ന എല്ലാം കില്ലാവട്ടെ എന്ന് ആശംസിക്കുന്നു. അടുത്തൊരു പുതിയ പടത്തിൽ കാണുന്നവരേക്കും എല്ലാവർക്കും ബൈ ബൈ.